IUPAC നെയിമിങ് എഴുതാൻ പിന്നെയും പിള്ളേർക്കറിയാം. ഇതിൻ്റെ ഇടയിൽ സെക്കൻഡറി ബ്യൂട്ടൈൽ, ടെറിഷറി ബ്യൂട്ടൈൽ, ഐസോപ്രോപ്പൈൽ എന്നൊക്കെ വരുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവുകയാണ്. ഇത് 12th മാത്രമല്ല ഡിഗ്രിക്ക് പഠിക്കുന്ന പിള്ളേർക്ക് വരെ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 റൗണ്ട് വരയ്ക്കുക. 1, 2, 3. ഇത് 3 കാർബണാണ് കേട്ടോ. എന്നിട്ട് സിക്സാഗ് ആയിട്ടുള്ള ലൈൻ വരയ്ക്കുക. ഇത് നമ്മൾ പാരന്റ് ചെയിനിലേക്ക് കണക്ട് ചെയ്യുന്നത് ഈ കാർബൺ വഴിയാണെന്ന് കാണിക്കാനാണ് ഇത് സിക്സാഗ് ലൈനിൽ വരച്ചിരിക്കുന്നത്. എന്നിട്ട് തൊട്ടടുത്തുള്ള കാർബണിന് ഒരു കണക്ഷൻ കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് സെക്കൻഡറി ബ്യൂട്ടൈൽ. അങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കാർബൺ ഉണ്ട്. ഈ ഒരു കാർബൺ കണക്റ്റഡ് ടു 2 അതർ കാർബൺ ഉള്ളതുകൊണ്ട് സെക്കൻഡറി ബ്യൂട്ടൈൽ. ഇനി അടുത്തത് ഇതേ സ്ട്രക്ചറിൽ തന്നെ കണക്ഷൻ ഈ കാർബണിലാണ് വരുന്നതെങ്കിൽ ഇതിന് പറയുന്ന പേരാണ്, 4 കാർബൺ വീണ്ടും ഉണ്ട്, ഇതിന് പറയുന്ന പേരാണ് ഐസോബ്യൂട്ടൈൽ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ 3 കാർബണില്ലേ, ഈ 3 കാർബണെ അങ്ങ് വളച്ചൊടിക്കുക. ഇത് വേണ്ട. അപ്പം 3 കാർബണെ വളച്ചൊടിക്കുമ്പോൾ എങ്ങനെ വരും? ഇങ്ങനെ വരും അല്ലേ? എന്നിട്ട് കണക്ഷൻ ഈ പോർഷനിൽ വരും. അപ്പം ഇതിന് പറയുന്ന പേരാണ്, ഇപ്പം 3 കാർബൺ അല്ലേ, അപ്പോൾ ഇതിന് പറയുന്ന ആയിൽ. ഇനി ഇത് 2 കണക്ഷനല്ലേ ഉള്ളൂ. ഇനി ഇവിടെ ഒരു മൂന്നാമതൊരു കണക്ഷനും കൂടി വരയ്ക്കുകയാണെങ്കിൽ, കാർബൺ വരയ്ക്കുകയാണെങ്കിൽ ഇതിന് പറയുന്ന പേരാണ് ടെറിഷറി. 3 കാർബണുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇതിന് പറയുന്ന പേരാണ് ടെറിഷറി ബ്യൂട്ടൈൽ. ഇനി ഇതുമല്ല, ഇപ്പോൾ 3 കണക്ട് ഇല്ലേ, ഇനി ഈ ഒരു റിങ്ങിനെ വേറൊരു കാർബണുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ 5 കാർബൺ ഇല്ല, 1, 2, 3, 4, 5. ഇതിന് പറയുന്ന പേരാണ് നിയോപെൻറ്റൈൽ. നിയോപെൻറ്റൈൽ. ഇനി കാർബൺ മാത്രമേ ഞാനിവിടെ വരച്ചിട്ടുള്ളൂ. ഈ 5 സ്ട്രക്ചറിൽ ഞാൻ കാർബൺ മാത്രമേ വരച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? H വെച്ച് കണക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ എത്ര വരും? ഒരെണ്ണം പോയി കഴിഞ്ഞു, സോ ഇവിടെ CH3. ഇവിടെ ഒരെണ്ണം പോയി കഴിഞ്ഞു, സോ CH3. അതെല്ലാവർക്കും അറിയാം, അതെല്ലാവർക്കും ഇങ്ങനെ എഴുതാൻ അറിയാം. CH3 ഇവിടെ ഓൾറെഡി 4 എണ്ണമായി, അപ്പോൾ വേറൊന്നും വരില്ല. ഇവിടെ 2 എണ്ണം